പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ ജമ്മുവിന്റെ വ്യോമാതിർത്തി കടന്ന പാക് ഡ്രോണുകളെ നിർവീര്യമാക്കി സൈന്യം. വിവരങ്ങളുമായി ലിജോ വീണ്ടും ചേരുന്നുണ്ട്. ലിജോ, വീണ്ടും ഉറിയിൽ ഇന്നിപ്പോൾ ഷെല്ലിംഗ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അതിനുശേഷം വീണ്ടും ഇന്നലത്തേതിന് സമാനമായി ഏതാണ്ട് അതേ സമയത്ത് തന്നെ വീണ്ടും ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ നടന്ന അതേപോലെ തന്നെ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രകോപനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ANA അടക്കമുള്ള ന്യൂസ് ഏജൻസികൾ ഇപ്പോൾ നേരിട്ട് ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. അതായത് സാംബ സെക്ടറിലാണ് ഇത്തരത്തിൽ ഡ്രോണുകൾ കാണുകയും ആ അതിർത്തിയിൽ ജമ്മുവിലെ സാംബ സെക്ടറിലെ അതിർത്തിയിലേക്കാണ് ഇപ്പോൾ ഡ്രോണുകൾ എത്തിയത്. അതിനെ നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ സ്ഫോടന ശബ്ദത്തോടു കൂടി ഇത്തരത്തിൽ ഈ ഡ്രോണുകൾ നിർവീര്യമാക്കുന്ന ശബ്ദം അല്ലെങ്കിൽ താഴേക്ക് പതിക്കുന്ന പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള വാർത്തകൾ ഓടുന്നത് വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്നലെ എന്താണോ പാകിസ്ഥാന്റെ പ്രകോപനം ഏത് തരത്തിലായിരുന്നോ സമാനമായി തന്നെ ഇന്നും നേരം ഇരുട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ വീണ്ടും ഡ്രോണുകളുമായി ആക്രമിക്കാൻ എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ അതിനെ വ്യോമാതിർത്തിയിൽ വെച്ച് തന്നെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഇന്നും പൂർണ്ണ സജ്ജമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ഘട്ടത്തിൽ നേരത്തെ ഉറി സെക്ടറിൽ വലിയ തരത്തിലുള്ള വെടിവെപ്പ് ഉണ്ടായിരുന്നു, ഷെല്ലാക്രമണം നടന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ വീണ്ടും അത്തരം പ്രകോപനത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനെ നിർവീര്യമാക്കാൻ ഇന്ത്യൻ ഡിഫൻസ് സംവിധാനം പൂർണ്ണമായും സജ്ജമാണെന്നത് ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇന്നലെ എന്താണോ നടന്നത് അത് തന്നെയാണ് ഇന്നും ഇപ്പോൾ ഈ രാത്രി സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഹർഷൻ, പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്ന്. അത് വിവിധ അഭിമുഖങ്ങളിൽ പാശ്ചാത്യ മാധ്യമങ്ങൾക്കൊക്കെ നൽകിയ അഭിമുഖങ്ങളിൽ അത് പറയുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആ നിലയ്ക്ക് ആക്രമണം ഉണ്ടോ? ഇപ്പോൾ നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. അതായത് ഷെല്ലാക്രമണം ഉണ്ടായിരുന്നത് സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ്. ഇപ്പോൾ ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് സൈനിക കേന്ദ്രങ്ങൾ ആണെന്നുള്ളതാണ് ഇന്നലത്തെ വാർത്തയിൽ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ വെച്ച് ഇന്നിപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. സൈന്യത്തിന്റെ ബ്രീഫിംഗിൽ അതാണ് വ്യക്തമാക്കിയത്. സമാനമായി തന്നെ ഇന്നും ആ തരത്തിലാണ് ഡ്രോൺ ആക്രമണം ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇന്നലത്തെ ഇതുപോലെ തുടരെ ഡ്രോണുകൾ വരുന്ന സാഹചര്യം നിലവിലില്ല. പക്ഷേ അത്തരം വാർത്തകൾ ഒരുപക്ഷെ ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാവാം ഒരുപക്ഷെ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെ ആണ് ഇത്തരത്തിൽ ഡ്രോണുകളുടെ ആക്രമണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ തരത്തിൽ ഡ്രോണുകൾ ഒരു വഴിയിലൂടെ ആക്രമണം നടക്കുന്നു. അത് ഇപ്പോൾ സാംബ മേഖലയിലാണ്. പൂഞ്ച് സെക്ടറിൽ നേരത്തെ വെടിവെപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലായി, അതായത് ജമ്മു കാശ്മീരിൽ തന്നെ 2 സെക്ടറുകളിലായിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണം ഉള്ളത്. ഒന്ന് അത് വെടിവെപ്പാണ്, മറ്റൊരു സ്ഥലത്ത് ഡ്രോൺ ആക്രമണം എന്ന നിലക്കാണ് കാര്യങ്ങൾ ഇപ്പോഴും പോകുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്കും ഇത്തരത്തിൽ പാക് പ്രകോപനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൈന്യത്തിന് അല്ലെങ്കിൽ ആ തരത്തിലൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചതാണ്. അത് ശരിവെക്കും വിധത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാനമായി ഇന്നലേക്ക് സമാനമായി ഇന്നും വീണ്ടും ഇത്തരത്തിൽ ഡ്രോണുകൾ പറന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. അത് പൂർണ്ണമായും നിർവീര്യമാക്കാൻ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിരോധ സംവിധാനം പൂർണ്ണ സജ്ജമായി തന്നെ ഇന്ന് വീണ്ടും ഈ ആക്രമണത്തെ ചെറുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിജോ, ഇന്നലെ വൈകിട്ട് ഈ സമയത്ത് ഏതാണ്ട് ജമ്മു പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. അതിനുശേഷം രാജസ്ഥാൻ്റെ ചില മേഖലകളിൽ ഒപ്പം പഞ്ചാബിൻ്റെ മേഖലകളിലൊക്കെ ആക്രമണം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആ നിലയ്ക്ക്? നിലവിൽ ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഇന്ന് പകൽ തന്നെ ജയ്സാൽമീർ മേഖലയിൽ, അതായത് രാജസ്ഥാൻ മേഖലയിൽ ബ്ലാക്ക് ഔട്ട് ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതും സാംബ സെക്ടറിൽ അടക്കം ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ആണ്. അതായത് അതിർത്തി മേഖലകളിൽ പലയിടങ്ങളിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ മേഖലയിൽ, അതായത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഡ്രോണുകൾ പറന്നു വരുന്ന ആ ദൃശ്യങ്ങൾ, അത് ആ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് ആണ്. അവിടെ പൂർണ്ണമായും
ഇരുട്ട് എന്ന അവസ്ഥയിലാണുള്ളത്. അതായത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അതിർത്തി മേഖലകളിൽ ഇപ്പോഴും ബ്ലാക്ക് ഔട്ടാണ്, പൂർണ്ണമായി ഇരുട്ടാണ് അവിടെയുള്ളത്. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ആക്രമണം സേന പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു ഇരുട്ട് എന്ന നിലയിൽ തന്നെ, അല്ലെങ്കിൽ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് ആക്രമണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ ഡ്രോണുകൾ വരുന്നത് കാണുന്നതിന് വേണ്ടിയോ അത്തരത്തിലുള്ള ബ്ലാക്ക് ഔട്ട് ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് സൈന്യം അത്തരത്തിൽ അതിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ വീണ്ടും വളരെ ശക്തമായ ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലേക്ക് സമാനമായ ആ സമയമാകുമ്പോൾ തന്നെ, ഏതാണ്ട് ഇന്നലെയും 8:30-ക്കും 8:45-നും എതിരെ സമയത്താണ് ആദ്യഘട്ടത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതിന് സമാനമായ തരത്തിൽ തന്നെ ഇന്നും ആ സമയത്ത് തന്നെ ഇപ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് ഒരു മാല പോലെ ഡ്രോണുകൾ വരുന്നതാണെങ്കിൽ ഇന്ന് അത്രയും ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ഇത് ഒരു സെക്ടറിൽ, സാംബ സെക്ടറിൽ മാത്രമുള്ള പ്രകോപനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. മറ്റു മേഖലകളിലും സമാനമായ പ്രകോപനം ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് വരും സമയത്ത് അല്ലെങ്കിൽ ഉടനെ തന്നെ അത്തരം റിപ്പോർട്ടുകൾ കൂടി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ ANA എന്ന ന്യൂസ് ഏജൻസിയെ അധികരിച്ച് തന്നെയാണ് ഈ വാർത്ത നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ദൃശ്യങ്ങളടക്കം വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ നൽകുന്നത്. ഹർഷൻ.